വനവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി നിർമ്മിച്ച ഊരുകൂട്ട മന്ദിരത്തിൽ താൽക്കാലികമായി ആരംഭിച്ച വില്ലേജ് ഓഫീസ് ഒഴിഞ്ഞു നൽകുന്നില്ല. എറണാകുളം കോട്ടുപള്ളി പഞ്ചായത്തിൽ നിർമ്മിച്ച ഊരുകൂട്ട മന്ദിരമാണ് വർഷങ്ങളായി വിവിധ സർക്കാർ വകുപ്പുകൾ കൈവശം വെച്ചിരിക്കുന്നത്. തങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനായി കെട്ടിടം വിട്ടു നൽകണമെന്ന വനവാസി വിഭാഗത്തിന്റെ ആവശ്യത്തോട് മുഖം തിരിച്ച സമീപനമാണ് സർക്കാരിനുള്ളത്. കെട്ടിടം വിട്ടുകിട്ടാൻ സ്ഥലം MLA കൂടിയായ പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടായില്ല. പറവൂർ കോട്ടുപള്ളി പഞ്ചായത്തിലെ 20-ാം വാർഡിലാണ് ഊരുകൂട്ട മന്ദിരം. 2014-15 സാമ്പത്തിക വർഷത്തിൽ പട്ടികവർഗ ഉപപദ്ധതി ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. നിർമ്മാണം പൂർത്തിയായ ആദ്യ വർഷത്തിൽ ഇവിടെ താൽക്കാലികമായി കൃഷിഭവന്റെ പ്രവർത്തനം തുടങ്ങി. 3 വർഷത്തിന് ശേഷം കൃഷിഭവൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയെങ്കിലും മന്ദിരം വനവാസികൾക്ക് വിട്ടു നൽകിയില്ല. ഇതിനിടെ വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ താൽക്കാലികമായി വില്ലേജ് ഓഫീസും ഊരുകൂട്ട മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ തയ്യാറാകുന്നില്ല. 6 മാസത്തിനുള്ളിൽ മാറിത്തരാം എന്നും പറഞ്ഞ് നമുക്ക് എഴുതി തന്നിട്ടുള്ളതാണ്. ഇപ്പൊ 2 വർഷക്കാലമായിട്ടും ഇത് നമുക്ക് മാറി തന്നിട്ടില്ല. ആദിവാസികൾക്ക് വിദ്യാഭ്യാസത്തിനും അവരുടെ തൊഴിൽപരമായും വിദ്യാർത്ഥികൾക്കുള്ള മറ്റു കാര്യങ്ങളും നടത്താൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഊരുകൂട്ട മന്ദിരം പണിതിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും ഇതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ആൾക്കാർക്ക് ഇതുവരെ ഒരു കാര്യം സാധിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. വനവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി നിർമ്മിച്ച കെട്ടിടമാണ് ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് കുട്ടികളുടെ ഈ വിഭാഗത്തിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പഠനോപകരണം സൂക്ഷിക്കാനോ ഈ മഴക്കാലത്ത് നൽകുന്ന ഈ ഭക്ഷ്യദാന കിറ്റുകളും സൂക്ഷിച്ചു വെക്കാനോ ഒരു സ്ഥിര സംവിധാനം ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിൽ ഇതുവരെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന പഠനോപകരണം തന്നെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കുട്ടൻപുഴ പഞ്ചായത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വനവാസി വിഭാഗമുള്ളത് കോട്ടുപള്ളി പഞ്ചായത്തിലാണ്. 128 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ സ്വയം തൊഴിൽ പരിശീലനത്തിന് അനുവദിച്ച 2 പദ്ധതികളുടെ ഫണ്ട് ഇവർക്ക് ഇതിനോടകം നഷ്ടമായി. കെട്ടിടം വിട്ടുകിട്ടാൻ സ്ഥലം MLA കൂടിയായ പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല. സർക്കാർ അവഗണന തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പട്ടികവർഗ സംഘടനകൾ. ക്യാമറമാൻ രാജേഷ് രാജിനൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.